നമുക്ക് ദൈവം തരുന്ന ഡെയിലി ബ്രെഡ്, അന്നന്ന് വേണ്ട ആഹാരം പോലെ തരുന്ന സാധനങ്ങൾ നമ്മളതിനെ തട്ടിക്കളയും. ഇത് കാരണം ബൈബിൾ എന്ത് പറയും? ബൈബിൾ പറയും നിങ്ങൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യരാകണമെന്ന് പറയും. ഈ പഴയ മനുഷ്യന്മാരാണ് ഇത് തട്ടിക്കളയണത്. അപ്പോൾ പഴയ മനുഷ്യരായി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്ക് ആനുകൂല്യങ്ങൾ തരുമ്പോൾ തന്നെ അടുത്ത ആനുകൂല്യം തരുന്നതിന് മുമ്പ് നമ്മളോട് പറയും നിങ്ങളെന്ത് ചെയ്യണം, ആ പഴയ മനുഷ്യനെ മാറ്റാൻ പറയും. ഇപ്പം നമ്മളെയുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പഴയ മനുഷ്യൻ ആണ് പിന്നെയും വരണത്. നിങ്ങൾ 45-ാമത്തെ വയസ്സിൽ എന്ത് സ്വഭാവം കാണിച്ചിരുന്നോ അത് തന്നെയാണ് 65-ാമത്തെ വയസ്സിലും കാണിക്കുന്നത്. ആപ്പിസിക്കും അതുപോലെ അർത്ഥയ്ക്കുപ്പ് തേക്കാത്ത പരിപാടികളും ആൾക്കാരോട് മാന്യതയില്ലാതെ സംസാരിക്കുന്നതും 45-ാമത്തെ വയസ്സിൽ എങ്ങനെ സംസാരിച്ചു അത് തന്നെ 65-ാമത്തെ വയസ്സ് സംസാരിക്കണമെങ്കിൽ ഗ്രോത്തില്ല. ഇതിൻ്റെ അകത്ത് ഇത് ഗ്രോത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് എന്ത് ചെയ്യണം, നിങ്ങൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ, ഇതിലെന്ത് പറയും, പഴയ മനുഷ്യനെ. ആ വചനം എടുത്ത് 3:11-12 കൊളോസ്യൻസ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 3:9-10 തിരുവചനം. പഴയ മനുഷ്യനെ പറഞ്ഞേ, പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മണ്ടേറ്ററി ആയിട്ടുള്ള ഒരു കമാൻഡെന്ന് പറയണത്, നിങ്ങൾ ക്രൊണോളജിക്കലായിട്ട്, അതായത് വർഷത്തിനൊപ്പം വയസ്സ് വർദ്ധിച്ചു വരുമ്പോൾ ആ പഴയ മനുഷ്യനെ അതിൻ്റെ ചെയ്തികളോട് കൂടെ ദൂരെ എറിയണം. അല്ല ഉടമ്പടിയുടെ കളറ് മാറ്റിയിട്ട് കാര്യമില്ല. അവിടെ വിഷയം. ഉടമ്പടി പുതുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതുക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പുതുക്കലുണ്ട്. അത് പേപ്പറിൻ്റെ പുതുക്കലല്ല, മറിച്ച് എന്താണ്, സ്വഭാവത്തിൻ്റെ പുതുക്കലാണ്. ഈ സ്വഭാവം ഒരു ഭയങ്കര സീരിയസാണ്. കഴിഞ്ഞ മാസം അതിനെക്കുറിച്ച് കണ്ടിരുന്നു. കാര്യം ബൈബിൾ പറയണത് നമ്മുടെ സ്വഭാവം എന്താണെന്നൊന്ന് ബൈബിള് പറയണതിന് മുമ്പ് പറയും നിങ്ങൾ ദൈവസ്വഭാവത്തിലേക്ക് വരാൻ പറയും. നമ്മുടെ സ്വഭാവം എന്താണെന്നതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് ബൈബിൾ വളരെ പോസിറ്റീവായിട്ട് പറയും നിങ്ങൾ ദൈവസ്വഭാവത്തിലേക്ക് വരാൻ പറയും. അത് 2:10-1-4 വായിച്ചേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്. ഇത് വിഷയം കണ്ട എന്താ പറഞ്ഞിരിക്കുന്നത്? ദുരാശ മൂലം ഒന്ന് പറഞ്ഞ ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പൊ വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്നല്ല പറയണത്. 2:10 1-4 വാഗ്ദാനം നൽകിയിരിക്കുന്നു. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടിയാ ശരിക്കും വാഗ്ദാനം എന്ന് പറയണത്. ഉടമ്പടി നൽകിയിരിക്കുന്നതാണ് പറയണത്. അപ്പം അതറിയണമെങ്കിലേ, അതായത് നമ്മുടെ സങ്കീർത്തനം 105 എടുത്ത് 105:8 എടുത്ത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ
സങ്കീർത്തനങ്ങൾ 105:8. സങ്കീർത്തനം 105:8. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അപ്പൊ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും, തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർപ്പിക്കും. അപ്പോൾ ഉടമ്പടിയും വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് തന്നെയാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ എന്താണ്? വാഗ്ദാനങ്ങളെ നമ്മൾ അർഹരാക്കുകയാണ്. ദൈവം നമുക്ക് മനുഷ്യരാശിക്ക് കൊടുത്തിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിത രീതി, ജീവിത അവസ്ഥകളനുസരിച്ചുകൊണ്ട് 8000 സിസ്റ്റം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഈ ഒറ്റ ഉടമ്പടി കൊണ്ട് 8000 വാഗ്ദാനങ്ങളിൽ നമ്മൾ അവകാശികളാക്കുകയാണ് നമ്മൾ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇപ്പം അത് 5:9 എന്ന് വായിച്ചേ. 105:9. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസ്ഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. ഉടമ്പടി വാഗ്ദാനം തന്നെ എന്നല്ലേ പറയണത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത്? വാഗ്ദാനം നമ്മളെ പ്രാപിക്കുകയാണ്. ഈ വാഗ്ദാനം അലപരാധികൾക്കും ജഡിക സന്തതികൾക്കും വാഗ്ദാനം പ്രാപിക്കാൻ പറ്റത്തില്ല. അവിടെ വെച്ചാണ് ഉടമ്പടി പുതുക്കി വരണത്. അലപരാധി ജീവിതമുള്ളവർക്കും ജഡിക ജീവിതം ഉള്ളവർക്കും ഉടമ്പടിയുടെ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പല കാര്യവും നടക്കാത്തതിൻ്റെ കാര്യം അതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ ഉടമ്പടി എടുത്ത കാലത്ത് എന്ത് സ്വഭാവമായിരുന്നു അതുതന്നെ ഇപ്പോഴും. പിന്നെ എങ്ങനെ വാഗ്ദാനം പ്രാപിക്കണത്? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഉടമ്പടി പുതുക്കുന്നതിന് ആനുപാതികമായിട്ട് എങ്ങനെയാണ് വരണമെന്ന് വെച്ചാൽ, ഈ വാഗ്ദാനം പ്രാപിക്കുന്നതനുസരിച്ച് ദൈവ സ്വഭാവം ആർജിച്ചുകൊണ്ടേ ഇരിക്കണം. അതാണ് 2 പത്രോസിന്റെ 1:4 ഒന്നുകൂടി വായിച്ചേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ. വിനാശം ഉണ്ടാകണത് എങ്ങനെയാണ്? വിനാശം ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? ദുരാശ മൂലമാണ്. കണ്ടില്ലേ? ദുരാശ മൂലമാണ് വിനാശം ഉണ്ടാകുന്നത്. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ വിനാശം ഉണ്ടാകാം, സമാധാനക്കുറവുണ്ടാകാം. വിനാശമെന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിലും അത് പൊതുവെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വിനാശമാണ് അനുഭവിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി ചെയ്തത് UK പോകാനാണ്. അപ്പോൾ UK കാര്യങ്ങൾ സെറ്റായപ്പോൾ തന്നെ കൂട്ടുകാരത്തി പറഞ്ഞ് ആസ്ട്രേലിയയിൽ പോകാമെന്ന് പറയും. പിന്നെ ഞാൻ ആസ്ട്രേലിയയിലേക്ക് പോയത്. അവിടുന്ന് പണിയും പഠിച്ച് തിരിച്ചു വന്നിരിക്കുന്ന ആൾ. ദുരാശ. ഉടമ്പടി വേറെ. ഇപ്പം ദുരാശകളിങ്ങനെ മാറും മനുഷ്യനെ. ദുരാശ മൂലമാണ് വിനാശം ഉണ്ടാകുന്നത്. ഉടമ്പടി ചെയ്ത് UK പോകാനാണ്. പക്ഷേ ഉടമ്പടി അത് ദൈവത്തെ പ്രോസസ് ചെയ്തിരിക്കുമ്പോൾ ഈ പിശാസിന് വേറെ ആരാണ്ട് വന്ന് പറഞ്ഞ് ആസ്ട്രേലിയയാണ് ഇതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞു. ഉടനെ ഇവള് ആസ്ട്രേലിയയിലേക്ക് വണ്ടി തിരിച്ചു വിട്ട് അത് കുളമായി നാശകോടാരിയായി തിരിച്ചു വന്നു. അതാണ് വിനാശം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്തുമല്ല, ദുരാശ മൂലമാണ് വിനാശം വരണത്. കണ്ട, എപ്പോഴും നമ്മൾ നോക്കും, നമ്മുടെ ഈ ആശകളുടെ ഉള്ളിൽ പലപ്പോഴും ആശ എന്ന് പറഞ്ഞ പല കാര്യവും ആഗ്രഹമായിരിക്കത്തില്ല, ദുരാശയിരിക്കും. ദുരാശ മൂലം ലോകത്തിന് വിനാശം എന്നാണ് പറയുന്നത്. ലോകത്തെ നിങ്ങളുടെ ജീവിതത്തിന് ആർക്കെങ്കിലും ഒരു ദുരാശ വന്നാൽ സ്വാഭാവികമായിട്ടും വിനാശം ഉറപ്പാണ്. ഇപ്പോഴെന്താ വിഷയം എന്ന് പറയണത്? ഇതിനൊക്കെ എല്ലാം അത് നമുക്കിങ്ങനെ ഒരു അനുഷ്ഠാനക്രമത്തിൻ്റെ ഭാഗമായി ഒരു എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് എഴുതി കെട്ടിത്താത്തിച്ചും പോയി തോന്നിവാസം പോലെ ജീവിച്ച് ദൈവത്തിനെ അനുഗ്രഹം അടിച്ചു മാറ്റാവുന്ന ഒരു വ്യാമോഹം ആർക്കും ആവശ്യമില്ല, നടക്കത്തില്ല. ഇതോടുകൂടി നിങ്ങളുടെ ഒരു തകർച്ച തുടങ്ങുകയാണ്. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തിനെ പറ്റിച്ച് ദൈവത്തിനോട് ചെയ്ത വാഗ്ദാനം പാലിക്കാതെ പഴയ വഴികളിൽ തന്നെ നിങ്ങൾ ജീവിക്കുകയാണ്. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. വെളുക്കാൻ തേക്കണത് പാണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്
പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെയും മകനെയും ഇടയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഈ 21/1/2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് സാലി സണ്ണി, എൻ്റെ മകൻ തോമസ് സണ്ണി. ഞാൻ ഇരഞ്ഞി സെൻറ്റ് പീറ്റർ ആൻഡ് ഫോൾസ് ഫൊറോന പള്ളിയിൽ നിന്നും വരുന്നു. എൻ്റെ മകൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മകൻ ഡിഗ്രി BSc ഫിസിക്സ് എടുത്താണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു, നിയോഗം വെച്ചിരുന്നു. അവന് നല്ല ഉയർന്ന മാർക്ക് കിട്ടി പാസ്സാകുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവുന്നത്. അവന് CGPA പരീക്ഷയിൽ അവനെ 10ൽ 10 നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമതായി എൻ്റെ മകൻ അത് കഴിഞ്ഞു ജർമ്മൻ പഠിക്കാനാണ് പോയത്. അത് കഴിഞ്ഞ് B2 പരീക്ഷ പാസ്സായി കഴിഞ്ഞ് അവൻ വിസയ്ക്ക് വേണ്ടി 3 പ്രാവശ്യം വിസ ഇൻ്റർവ്യൂവിന് പോയി. 3 പ്രാവശ്യം വിസ റിജക്റ്റായി. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു, എന്നാലും അമ്മ തന്നില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ നാലാമത് 2009 ഡിസംബർ 9 ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യം 41 ദിവസത്തിനകം നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ ഈശോയോട് ചോദിച്ചു തരുമെന്ന്. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ഞാൻ എന്നിട്ട് അപ്പോഴേ തന്നെ കലണ്ടർ എടുത്തുകൊണ്ട് വന്ന് 9 തുടങ്ങി 1, 2, 3 ഡേറ്റ് ഇട്ടു. അത് കഴിഞ്ഞാണ് ഈ കൊച്ചിന് വിസ ഇൻ്റർവ്യൂ വരുന്നത്. ഡിസംബർ 16 കൊച്ചു PSFിലേക്ക് ഇൻ്റർവ്യൂവിനും പോയി. ഞാൻ അപ്പോഴേ തന്നെ രാവിലെ തന്നെ ഇവിടെ ഈ കൃപാസന അമ്മയുടെ അടുത്തേക്ക് പോന്നു. ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ മൂന്നാമത് വിസ റിജക്റ്റായിട്ട് എനിക്കൊരു സങ്കടവും വന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഉടമ്പടിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണ് വിസ കിട്ടാഞ്ഞതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇപ്പം ഈ ഉടമ്പടി, അപ്പോൾ ഞാൻ നിയോഗം വെച്ചത് എങ്ങനെയാണ്, ഈ ഉടമ്പടിയിൽ എനിക്ക് ഉടമ്പടി പ്രകാരം ജീവിക്കുവാനുള്ള കൃപ തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എന്നെയും മകനെയും അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന്. ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദിവസം ഞാൻ 7:30 ആയപ്പം ആ ഗ്രൗണ്ടിൽ വന്നതാണ്. അവിടുന്ന് നടന്ന് കൃത്യം 2:30 ആയപ്പം ഈ അമ്മയുടെ സന്നിധിയിലെത്തി. അപ്പം ഞാൻ പോകുന്നത് പാസ്പോർട്ടിൻ്റെ കോപ്പി എടുത്തുകൊണ്ടാണ്. അപ്പം ഞാൻ അമ്മയുടെ കയ്യിൽ തൊട്ട്, അന്ന് എല്ലാവർക്കും കാണാമായിരുന്നു, അമ്മയെ തൊട്ട് പ്രാർത്ഥിക്കാമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പരിശുദ്ധ അമ്മ തന്നില്ലെങ്കിൽ അവനൊരിക്കലും ജർമ്മനിക്ക് പോകാൻ പറ്റിയല്ല. ഞങ്ങൾക്ക് യാതൊരു മെറ്റുമില്ല, 0 മെറ്റ് നിൽക്കുന്ന എന്നെയും കുടുംബത്തെയും അമ്മ രക്ഷിക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞു ഉടനെ എനിക്ക് നല്ലൊരു സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോൾ ഇവിടെ ഒരു സഹോദരി നിൽപ്പുണ്ടായിരുന്നു വോളണ്ടിയറായിട്ട്. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ വിശ്വസിച്ചു, ഇനി ഈ വിസ ഇൻ്റർവ്യൂവിന് വന്നാൽ ഇവൻ തീർച്ചയായിട്ടും പാസ്സാകുമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇവൻ BSFിലേക്കും പോയി. ഞാൻ ഇങ്ങോട്ടും പോന്നു. ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ എല്ലാ ദിവസവും ദിവസം എത്രയായിരുന്നു, 41 ദിവസം എന്നല്ലേ അച്ഛൻ പറഞ്ഞിരിക്കണത്. ഞാൻ എല്ലാ ദിവസവും എണ്ണും. ഡിസംബർ 16 തുടങ്ങി. ഇവന് ജനുവരി 14 പൊക്കം ഇവന് PSF എന്ന് പറഞ്ഞു പാസ്പോർട്ട് തിരിച്ചയക്കുമെന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വായി വരുന്നത് ഇങ്ങനെയാണ്, എൻ്റെ കൃപാസന അമ്മ, എനിക്ക് എൻ്റെ മകന് വിസ കിട്ടിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു എന്നാണ് എൻ്റെ വായി വരുന്നത്. അങ്ങനെ
വിസ കൈ കിട്ടി നോക്കിയപ്പോൾ പാസ്പോർട്ട് കൈ കിട്ടി നോക്കിയപ്പം അതിനകത്ത് വിസ കിട്ടിയിരിക്കുന്നു. ഉടനെ പോയി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ എന്തുമാത്രം നന്ദി പറഞ്ഞെന്നറിയില്ല. പിന്നെ ഞാൻ നടക്കുന്ന വഴിയൊക്കെ എപ്പോഴും കൊന്ന ചെല്ലുമ്പം തെറ്റിപ്പോകും. ഞാൻ എപ്പോഴും അവന് വിസ കിട്ടും 41 ദിവസം പറഞ്ഞെങ്കിലും കിട്ടിയത് കൃത്യം 39-ാം ദിവസം. ഞാൻ അപ്പോഴേ അവിടെ ടിക്കറ്റ് വെച്ചു കലണ്ടറെ. എന്നിട്ട് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞ് എത്ര പറഞ്ഞാലും മതിയാകില്ല. 3 പ്രാവശ്യം റിജക്റ്റായിട്ട് പിന്നെ 4ാമത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ തന്നത് കൊണ്ട് മാത്രം കിട്ടിയതാണത്. മോനെ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അന്ന് ഞങ്ങൾ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. അടുത്തുള്ള ഒരാൾ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് വന്നിട്ട് ഇപ്പോൾ മാതാവിൻ്റെ ഒരു ചെറിയ രൂപം തന്നു. ആ രൂപം മോൻ പോക്കറ്റിലിട്ടാണ് പോയി പരീക്ഷ എഴുതിയത്, ഇംഗ്ലീഷ് പരീക്ഷയുടെ അന്ന്. ആ പരീക്ഷയ്ക്ക് മോന് ഫുൾ A+ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അവൻ ഈ BSc ഫിസിക്സ് ഈ പരീക്ഷയുടെ സമയത്ത് പോകുമ്പം അവൻ്റെ ലാപ്ടോപ്പിൽ കാൽക്കുലേറ്ററിൽ അവൻ തൈലം തൊട്ട് കുരിശ് വരച്ചേ പോവുള്ളൂ. ഞാൻ അവന് രാവിലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിലും അവൻ്റെ തലയുടെ നെറുകയിലും കയ്യിലും തൊണ്ടയിലും നാവിലും ഞാൻ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. പിന്നെ അവന് ഉടമ്പടി ഉപ്പ് ഞാൻ കൊടുത്തു വിടും. അതവൻ ആരും ചവിട്ടാത്തടുത്ത് ഉടമ്പടിയിട്ട് പ്രാർത്ഥിക്കും. പിന്നെ അവനും എപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് വന്നു എന്ന് വന്നാലും ഞാൻ വരും, ഇടയ്ക്കിടയ്ക്ക് വരും. അമ്മയോട് എൻ്റെ സങ്കടം എനിക്ക് എന്ത് തോന്നിയാലും അപ്പോഴേ ഓടി വന്ന് അമ്മയോട് പറയണം. ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് പോകുമ്പം ഞാൻ പത്രം മേടിച്ചുകൊണ്ടേ പോവുള്ളൂ. ഈ ഡിസംബർ 16-ാം തീയതി ഞാൻ പത്രം മേടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ വൈക്കത്ത് ബോട്ട് ചട്ടി ചെന്നപ്പം ഒരമ്മച്ചിയോട്, ഞാൻ വൈക്കത്ത് ബോട്ട് ചട്ടി ചെന്നപ്പോഴത്തേക്ക് 3 കെട്ട് പത്രം എൻ്റെ തീർന്നെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ അമ്മച്ചിക്ക് പത്രം കൊടുത്തപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് വായിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ബോട്ട് വരാൻ കുറച്ച് താമസമുണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അമ്മച്ചീനെ പത്രം വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ അമ്മയോട് ഞാൻ അപ്പോൾ അമ്മ എന്നോട് പറയാം, എൻ്റെ മോളെ തീർച്ചയായിട്ടും ഞാൻ ഉടനെ തന്നെ പോകും. അമ്മച്ചി ഒരു വീട്ടു പണിക്ക് പോകുന്ന അമ്മച്ചിയാണ്. അമ്മച്ചി പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ, അയ്യോ എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ ഒന്ന് എത്തിയാൽ മതി. വായിച്ച് കേട്ടപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞ കാര്യമാണത്. പിന്നെ ഞാൻ പത്രം കൊടുക്കുന്ന അക്രൈസ്തവർക്കും ഓട്ടോ സ്റ്റാൻഡിലും വഴിക്കാണ് എൻ്റെ മുമ്പിൽ ആരെ കണ്ടോ ഞാൻ അവർക്ക് പത്രം കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. പിന്നെ എനിക്ക് ആര് പത്രം തന്നാലും എപ്പം തന്നാലും ഞാൻ ആ പത്രം മേടിക്കുന്നത്. ഞാൻ പത്രം മേടിച്ചന്ന് ഞാൻ വെക്കില്ല. എന്നിട്ട് ആ പത്രം ഞാൻ വേറെ അടുത്തയാൾക്ക് ആ പത്രം കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് പിന്നെ ഞാൻ എല്ലാ ദിവസവും എനിക്ക് പറ്റുന്നിടത്തോളം ദിവസം ഞാൻ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളും. വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ അവിടെ അടുത്ത് കാരുണ്യപ്രവൃത്തിയായിട്ട് അവിടെ കരുണാലയം ഈ മാനസിക രോഗികളെ നോക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി ഞാൻ അവരെ ആഴ്ചയിൽ 1 ദിവസം കുളിപ്പിക്കും. പിന്നെ അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കും. പിന്നെ എനിക്ക് പറ്റുന്ന ചെറിയ തുകകൾ ഞാൻ കൊടുക്കും. പിന്നെ എൻ്റെ മകനോട് ഞാൻ പറയും, നിനക്ക് ശമ്പളം കിട്ടുമ്പം നീ അവനും അവിടെ മാനസിക രോഗികളുള്ളതുകൊണ്ട് മകൻ അവിടെയുള്ളവർക്ക് ഭക്ഷണമായിട്ടും ചെറിയ ചെറിയ സഹായമായിട്ടും അവൻ്റെ ശമ്പളം കിട്ടുമ്പോഴൊക്കെ അവൻ കൊടുക്കും. പിന്നെ പ്രത്യക്ഷ കഴിഞ്ഞ് പ്രാർത്ഥന വീട്ടിലവനുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥന ചെല്ലുന്നത്. അവൻ പ്രത്യക്ഷമാണ്. അപ്പോൾ അവൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്കൊക്കെ കൂടും. പിന്നെ ബുധനാഴ്ച ദിവസം ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിക്കും. പിന്നെ വൈകുന്നേരം 6 മണിക്ക് ശേഷമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിയ പരിസ്ഥിതി എന്നോട് ചോദിച്ചാൽ, ഉപവാസം എടുക്കുന്നില്ലേ, എന്നാൽ പിന്നെ അങ്ങോട്ട് അന്നത്തെ ദിവസം മത്സ്യവും മാംസവും ഒന്നും കൂടെ നോയമ്പൊടി എടുക്കാൻ മേലേന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു. അതിൽ പിന്നെ ഞാൻ ഒരിക്കലും ബുധനാഴ്ച ദിവസം മത്സ്യവും മാംസവും ഒന്നും കൂട്ടാറില്ല. എല്ലാത്തിനും എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ തന്നതല്ലാതെ ഒന്നുമില്ല. ഈശോയോട് ചോദിച്ച് എല്ലാം എൻ്റെ അമ്മ ഈശോയോട് ചോദിച്ച് തന്നതാണ്. അതിന് ഞാൻ ഇവിടെയല്ല ഞാൻ നടക്കുന്ന വഴിയെല്ലാം കാണുന്നവരോടും എപ്പോഴും ഞാൻ അതിനെ നന്ദി പറയാറുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും എനിക്കിപ്പോൾ തന്ന എല്ലാ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ പുണ്യഭൂമിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 8 മാസക്കാലം ജർമ്മൻ പഠിച്ചു. അതിനുശേഷം 2 വർഷം പഠിപ്പിച്ചു.
ഈ പഠിപ്പിച്ച് ആദ്യമൊക്കെ ആയിരുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും എന്നാ പോകുന്നേ. അപ്പോൾ അതൊരു ഇതായതിനു ശേഷം ഞാനൊരു 2 വർഷം പിന്നെ വീട്ടിൽ അങ്ങനെ വന്നിട്ടില്ല. ഒരു ക്രിസ്മസിനാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഓണത്തിനാണേലും അങ്ങനെ വീട്ടിൽ വന്നിട്ടില്ല. കാരണം എപ്പോഴും ചോദ്യമാണ് എന്നാ നീ പോകുന്നത്, നിനക്ക് പോവാറായില്ലേ, നീ പഠിപ്പിച്ച പിള്ളേർ പോയി, എല്ലാവരും പോയി, എനിക്ക് പോകാൻ പറ്റുന്നില്ല, 3 വിസ റിജക്റ്റായി, കിട്ടുന്ന ഇപ്പം വീട്ടിലോട്ടാണെങ്കിലും കുറേ സാലറി കൊടുക്കാൻ പറ്റുന്നില്ല, കിട്ടുന്ന പൈസ പോകുന്നു. അപ്പം എല്ലാം കൊണ്ടും ഒരു ജർമ്മൻ പഠിച്ചതിന് ശേഷം ഒരു പരാജയം പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഞാനും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ പിള്ളേരെ പഠിപ്പിച്ചു. നന്നായി അവരോടാണേലും ഞാൻ പറയും. ഇപ്പം ഞാനൊരു വൃദ്ധസദനം അടുത്തുള്ളത് പോവുകയാണെങ്കിൽ പിള്ളേരെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിമാരായിട്ട് വർത്താനം പറയും. പിന്നെ കിട്ടുന്ന പോലെ അവരുടെ നിന്നും ഞാൻ പറയും നമുക്കൊന്നിച്ച് മേടിച്ച് കൊടുക്കാം, അവർക്കൊരു സന്തോഷമായിരിക്കുമല്ലോ. ചില ദിവസങ്ങളിൽ വൈകുന്നേരത്തെ കാപ്പി ഞങ്ങൾ മേടിച്ചു കൊടുക്കും. അപ്പച്ചനും അമ്മച്ചിക്കും ഒരു സന്തോഷമാണ്, അവിടുത്തെ സിസ്റ്റർമാർക്കൊരു സന്തോഷമാണ് ഞങ്ങൾ വരുന്നത്. അപ്പം അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇനിയും അമ്മ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് തരും, കാരണം കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ശരണ്യ എന്നാണ്. ഞാൻ അബുദാബിയിൽ നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത്. 2 ദിവസത്തേക്ക് ലീവ് എടുത്ത് ഞാൻ വരുന്നത്. ഇന്നലെ ഞാൻ വന്നു, നാളെ എനിക്ക് തിരിച്ചു പോകണം. എനിക്ക് അത്രയ്ക്ക് നന്ദി പറയാനുണ്ട് അമ്മയുടെ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. കാരണം ഞാൻ OET എഴുതിയത് സെപ്റ്റംബറിലാണെങ്കിലും ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ 2024 പക്ഷെ ഞാൻ OET എഴുതുന്നതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ OET പാസ്സായി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2024 ഒക്ടോബർ 28 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്തൊക്കെ പുറത്തോട്ട് പോകാനുള്ള ജോബ് വേക്കൻസി കുറവായിരുന്നു. പക്ഷേ എനിക്ക് അയർലൻഡിൻ്റെ ഡിസിഷൻ ലെറ്ററിന് ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോഴും എന്നോട് ഏജൻസി പറഞ്ഞു ഒരുപാട് ക്വയറികൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്, ഡിസിഷൻ ലെറ്റർ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു ക്വയറി പോലും വരാതെ തന്നെ എനിക്ക് 20 ദിവസം കൊണ്ട് എനിക്ക് ഡിസിഷൻ ലെറ്റർ അയർലൻഡിൻ്റെ കിട്ടി. പക്ഷെ കിട്ടിക്കഴിഞ്ഞിട്ടും എനിക്ക് ജോബ് കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലല്ലായിരുന്നു, ഒരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും പ്രസൻറ്റ് എക്സ്പീരിയൻസ് ക്ലിനിക്കിലായതുകൊണ്ട് എനിക്ക് ജോബ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ അബുദാബിയിലുള്ള എൻ്റെ ആ ക്ലിനിക്കിലുള്ള ജോബ് ഞാൻ റിസൈൻ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടി നോക്കി. അപ്പോഴും ഇതും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റിപ്ലൈ വരും, പക്ഷേ എനിക്ക് ബെഡ് കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോബ് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ അബുദാബിയിലും ജോബ് നോക്കി, എനിക്കതും ശരിയൊന്നും ആയില്ല. അപ്പം എനിക്ക് ഭയങ്കര വലിയൊരു അത്ഭുതമാണ് എൻ്റെ കാര്യത്തിൽ നടന്നത്. കാരണം ജോബ് തുടർന്നുകൊണ്ട് പോകാതെ എനിക്ക് അയർലൻഡിൽ ജോബ് കിട്ടത്തില്ല. അതായത് സ്റ്റിൽ വർക്കിംഗ് ഇല്ലാതെ എനിക്ക് അയർലൻഡിൽ ജോബ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ ജൂൺ തൊട്ട് ഞാൻ ജോബ് ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മേനെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചതിനല്ലായിരിക്കാം എനിക്ക് കിട്ടിയ ഡിസിഷൻ ലെറ്ററിന് 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. ഈ മാർച്ച് 10 ആ വാലിഡിറ്റി കഴിയുകയാണ്. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വാലിഡിറ്റി തീരുന്നതിന് മുമ്പ് എനിക്കൊരു ജോബ് ശരിയാക്കി തരണേന്ന്. പക്ഷേ എനിക്ക് ഈ 2 മാസം മുമ്പാണ് എനിക്കൊരു ജോബ് കിട്ടി. അതെനിക്ക് വളരെ 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 അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ജോബ് കിട്ടുന്നത്. കാരണം സ്റ്റിൽ വർക്കിംഗ് അല്ലാഞ്ഞിട്ട് കൂടി എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സാവുകയും എനിക്ക് ആ ജോബ് കിട്ടുകയും ചെയ്തു. ഞാൻ ജോയിൻ ചെയ്യേണ്ടത് ഇനി മാർച്ച് 2 എനിക്ക് ജോയിൻ ചെയ്യേണ്ടത് അവിടെ. അപ്പോൾ എനിക്ക് ആ ജോബ് കിട്ടിയത് എനിക്ക് അമ്മയുടെ ഒരുപാട് നന്ദിയുണ്ട്. അമ്മയോടും തിരുക്കുമാരനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്ക് ആ ഒരു കൃപയില്ലാതെ കിട്ടത്തില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ എനിക്ക് വളരെ വേഗം തന്നെ എനിക്ക് ശരിയായി കിട്ടി. 2 മാസത്തിന് മുമ്പാണ് എനിക്ക് ജോബ് കിട്ടിയെങ്കിലും ഈ മാർച്ച് 2 മുമ്പ് പോകാൻ തക്ക വിധം എൻ്റെ എല്ലാ പേപ്പറുകളും എനിക്ക് ശരിയാക്കി തന്നു. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഓരോ പേപ്പറുകളും ഓരോ മാസത്തിനും കൂടുതൽ എനിക്ക് എടുക്കേണ്ട പേപ്പറുകൾ പോലും എനിക്ക് വേഗമാണ് കിട്ടിയത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകേണ്ട പല കാര്യങ്ങളും എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കി.
എൻ്റെ ജീവിതത്തിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു. ഞാൻ ആരോടും അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കാറില്ല, പക്ഷേ എനിക്ക് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. എനിക്ക് പെട്ടെന്ന് ഞാനിപ്പോൾ അങ്ങനെ ആരോടും, എനിക്ക് ഇപ്പം തെറ്റാണ് ആരുടെ ആണെങ്കിലും ശരി, ഞാനൊന്നും അത് സംയമനത്തോടെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ഞാനിപ്പോൾ അങ്ങനെ ആരോടും വഴക്കിന് പോവാറില്ല. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അവിടെ ഔട്ട്സൈഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെയുള്ള വൃദ്ധസദനത്തിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കൃപാസനം പത്രം ഞാൻ വരുന്ന സമയത്തൊക്കെ വാങ്ങി ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും പിന്നെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി ഞാൻ ചർച്ചിൽ അത് ഇംഗ്ലീഷ് പത്രമാണെങ്കിലും വാങ്ങിയിട്ട് ഞാൻ ഫിലിപ്പിനോസിനും എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഇനി ഞാൻ മുന്നോട്ടും അങ്ങനെ തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടായ വളരെ ഒരു എനിക്ക് ഉണ്ടായ മാറ്റങ്ങളും എനിക്കുണ്ടായ കൃപകളും എല്ലാം അമ്മയും യേശു ക്രിസ്തുവും കൂടി തന്നതാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നതും എല്ലാം. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ എല്ലാ വിധത്തിലും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അത്രയ്ക്ക് നന്ദിയുണ്ട് എനിക്ക് പറയാനായിട്ട്. ഞാൻ അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നതും. അത് എനിക്ക് അത്രയ്ക്ക് ഒരുപാട് പറഞ്ഞാൽ തീർന്നാത്തത്ര നന്ദിയുണ്ട് ഈശോയോടും തിരുക്കുമാരനോടും.